കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. പ്രതി രാഹുലിന് ജർമ്മൻ പൗരത്വം ഇല്ലെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. രാഹുലിന് ജർമ്മൻ പൗരത്വം ഉണ്ടെന്ന അഭ്യൂഹം നേരത്തെ ഉണ്ടായിരുന്നു. രാഹുൽ പി ഗോപാലിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും ചോദ്യം ചെയ്യൽ ഇന്നുണ്ടായേക്കില്ല എന്നാണ് സൂചന. പരാതിക്കാരിയുടെ വീട് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സന്ദർശിച്ചു. പ്രതിയും പ്രതിയുടെ കുടുംബവും പറയുന്നത് ശരിയല്ലെന്നും യുവതിയെ മാനസികമായി തകർക്കാൻ അനുവദിക്കില്ലെന്നും പി സതീദേവി പറഞ്ഞു. പന്തീരാങ്കാവ് സ്റ്റേഷനിലെ SHOനെ ആ സമയത്ത് തന്നെ വിളിച്ച് കേസ് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്, അങ്ങേയറ്റത്തെ അനാസ്ഥയാണ് ഇത്തരമൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലായതിനെ തുടർന്ന് ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ആ കേസ് ഏറ്റവും നല്ല രൂപത്തിൽ ഇനിയൊരു കുട്ടിക്കും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാതെ വിധത്തിൽ ഇത് സമൂഹം തന്നെ ഏറ്റവും ഗൗരവമേറിയിട്ടുള്ളൊരു വിഷയമായിട്ട് ഏറ്റെടുക്കാനും നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ആകെ തകർന്നു പോവുകയല്ല വേണ്ടത്. ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ തകർന്നു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ ഒരിക്കലും സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പാടില്ല. സമീർ സി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. സമീർ, ഇപ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വേണ്ടത്. ഇതിലെ പ്രതി രാഹുൽ പി ഗോപാലിനെ ജർമ്മനിയിൽ നിന്ന് എപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരും? ജർമ്മൻ പൗരത്വമുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, അതില്ല എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണല്ലോ. പോലീസിന്റെ ഭാഗത്ത് നിഷ്ക്രിയത്വം ഉണ്ടായിരുന്നു എന്ന ആക്ഷേപം ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനുണ്ട്. അപ്പോൾ പോലീസിന്റെ നടപടി ഉടൻ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് പോലീസിന്റെ അടുത്ത നീക്കം? വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ കണ്ടു. വനിതാ കമ്മീഷൻ ഈ കേസിനെ എങ്ങനെയാണ് സമീപിക്കുക? ഗോപി, പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ളത് പോലീസ് തന്നെ സമ്മതിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീഴ്ച മറച്ചുപിടിക്കാൻ അല്ലെങ്കിൽ അതിൽ കവിഞ്ഞ് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചേ മതിയാകൂ എന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം വിമർശനങ്ങൾക്കിടയിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുലിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഇന്റർപോളിന്റെ സഹായത്തോടെ പ്രതിയെ ഏറ്റവും ആദ്യത്തിൽ തന്നെ നാട്ടിലെത്തിക്കുക, തുടർന്നുള്ള നടപടിയിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് അവരുടെ ശ്രമം. അതിന് ആക്കം കൂട്ടുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രതിക്ക് ജർമ്മൻ പൗരത്വം ഇല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് അത് ആക്കം കൂട്ടും, വളരെ വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ കഴിയും എന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്. ഈ കേസിലെ 3ഉം 4ഉം പ്രതികളായിട്ടുള്ള രാഹുലിന്റെ അമ്മയും ഒപ്പം തന്നെ സഹോദരിയും, ഈ രണ്ടുപേരെ കൂടി വളരെ വേഗത്തിൽ തന്നെ ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം എത്തിയിരുന്നു. എന്നാൽ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ഹാജരാകാൻ കഴിയാതെ പോകുന്ന ഒരു ഘട്ടമുണ്ടായി. അവർ വീട്ടിൽ നിന്നും അവർ ആശുപത്രിയിലേക്ക് മാറുന്ന ഘട്ടത്തിൽ പിന്നീട് ആശുപത്രിയിൽ കൊണ്ട് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നോട്ടീസ് നൽകുന്നത്. ഇന്നും ഒരുപക്ഷെ അവർ ഹാജരാവാനോ അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് എത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അവരുടെ ആരോഗ്യനില മോശമാണ് എന്ന കാര്യമാണ് അവർ അറിയിക്കുന്നത്. ഈ വിഷയം വന്നതിന് ശേഷം അവരുടെ ആരോഗ്യനില മോശമായ ഒരു സാഹചര്യമുണ്ട് എന്ന് അവർ കൂടെ പറയുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിൻ്റെ മെഡിക്കൽ രേഖകൾ പോലീസിന് തന്നെ അവിടെയുള്ള മഫ്തിയിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് തന്നെ അവർ കാണിച്ചു കൊടുക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ ചോദ്യം ചെയ്യൽ വൈകുകയാണ്. ഇതോടൊപ്പമാണ് ഈ കേസിലെ 4ാം പ്രതിയായിട്ടുള്ള രാജേഷിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടമുണ്ടായി. ഈ പ്രതിയെ, അതായത് രാഹുലിനെ സിംഗപ്പൂരിലെത്താൻ സഹായിച്ചതും പിന്നീട് ജർമ്മനിയിലേക്ക് പോകാനുമൊക്കെ സഹായിച്ചത്, പന്തീരാങ്കാവിൽ നിന്ന് ബാംഗ്ലൂരിലേക്കൊക്കെ എത്തിക്കാൻ സഹായിച്ച വ്യക്തിയും അതുപോലെ തന്നെ ഈ പെൺകുട്ടി പീഡനത്തിനിരയായ, ശാരീരിക ഉപദ്രവത്തിന് ഇരയായ ദിവസം ഈ വീട്ടിൽ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് രാജേഷ്. ഈ വ്യക്തി BDJSന്റെ നേതാവ് കൂടിയാണ്, യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. ഈ വ്യക്തിക്കെതിരെ രാഷ്ട്രീയപരമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന കാര്യം നേതൃത്വം അറിയിക്കുന്നുമുണ്ട്. എന്തായാലും ഈ വ്യക്തിക്ക് ഇന്നലെ സമീർ, ഈ രാഹുലിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായോ? അതിന്റെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇതിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, എത്രയും വേഗത്തിൽ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന്റെ തുടക്കം മുതൽ പോലീസിന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള നടപടി SHOക്ക് ഉണ്ടാകുന്നു. ASIനെ സസ്പെൻഡ് ചെയ്യുന്ന ഘട്ടം ഉൾപ്പെടെ ഉണ്ടാകുന്നു. അതിൽ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു വീഴ്ച മാറിക്കിട്ടണമെങ്കിൽ ഇനിയുള്ള നടപടികൾ വേഗത്തിലാക്കുകയും പ്രതിയെ നാട്ടിലെത്തിച്ചുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പ്രതിയെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പന്തീരങ്കാവ് പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിനെ ജർമ്മനിയിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് തുടക്കമാകുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.